Hello, my dear people. Welcome to Fresher Focus Malayalam, where your job hunt is simplified. സോ ഞാൻ നിങ്ങൾക്കായി ഇന്നൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ന്യൂസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആൻഡ് ദിസ് ഇസ് മെയിൻലി ഫോർ ദി സ്റ്റുഡൻസ് ഹൂ വിൽ ബി ഗ്രാജുവേറ്റിംഗ് ഇൻ 2025. അതായത് ഇപ്പോൾ ഫൈനൽ ഇയറിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന BTech, MTech, MCA സ്റ്റുഡൻസിന് വേണ്ടിയുള്ളൊരു മനോഹരമായ ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ആൻഡ് നിങ്ങൾ തമിഴിൽ കണ്ട് നിങ്ങൾക്ക് മനസ്സിലായതുപോലെ തന്നെ ദിസ് ഇസ് ആൻ ഇൻറ്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റി ഫ്രം ഗൂഗിൾ. അപ്പോൾ ഗൂഗിളിൻ്റെ സൈഡിൽ നിന്നൊരു ആപ്ലിക്കേഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനെപ്പറ്റി സംസാരിക്കാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അഫ്കോഴ്സ് ദിസ് ഗോയിങ് ടു ബി വെരി ടഫ്. ഇതിൽ കയറാൻ നല്ല ഡിഫിക്കൽട്ടായിരിക്കും. പക്ഷേ ലൈക്ക് ലെറ്റ്സ് ട്രൈ ആൻഡ് ഗിവ് എ ഷോട്ട് അല്ലേ. ഇതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. സോ ലെറ്റ്സ് നോട്ട് വേസ്റ്റ് മച്ച് ടൈം ആൻഡ് ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ഇറ്റ്. സോ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞതുപോലെ തന്നെ ഇതൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് വെണ്ടർ ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാമാണ്. ആൻഡ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് അടുത്ത വർഷം ജനുവരി 2025 ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് ഇതിൻ്റെ ഡ്യൂറേഷൻ ഒരു 22 മുതൽ 24 ആഴ്ച വരെ ഉള്ള ടൈം ഡ്യൂറേഷൻ ആയിരിക്കും. ആൻഡ് ദിസ് മെയിൻലി ഫോർ ദി ഫൈനൽ ഇയർ സ്റ്റുഡൻസ് ഡൂയിങ് ദ ബാച്ചിലേഴ്സ്, മാസ്റ്റേഴ്സ് ഓർ ഡ്യൂൽ ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഓർ എനി റിലേറ്റഡ് ഫീൽഡ്സ്, AI, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസ്, അങ്ങനെ കുറച്ച് കോഴ്സസ് ഉണ്ടല്ലോ. സോ അത് ചെയ്യുന്നവർക്കും ഇതിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ആൻഡ് ഇതിനായി നിങ്ങൾക്ക് മെയിനായിട്ട് ആവശ്യം ഓഫ്കോഴ്സ് യു ഷുഡ് ബി ഹാവിങ് എ റെഡി റെസ്യൂമേ ഫോർ അപ്ലൈയിങ്. ഓർ ഇതുവരെ നിങ്ങൾ ഈ പ്ലേസ്മെൻറ്റ്സ് ഒക്കെ തുടങ്ങുന്നേ ഉള്ളൂവെങ്കിൽ നിങ്ങൾ ഇതുവരെ ചിലപ്പോൾ ചെയ്തിട്ടില്ലായിരിക്കും റെസ്യൂമേ. എന്നാൽ ഇന്ന് ഞാൻ തട്ടിക്കൂട്ടിയല്ല, ആക്ച്വലി യു നീഡ് എ ഗുഡ് റെസ്യൂമേ ഫോർ വൈൽ യു അപ്ലൈ ഫോർ ഓർഗനൈസേഷൻസ് ലൈക്ക് ഗൂഗിൾ. കാരണം ഇതൊക്കെ മിക്കവാറും ATSലൂടെ ഇട്ട് റെസ്യൂമേസ് ഫിൽട്ടർ ഔട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും. അപ്പോൾ യു ഷുഡ് മേക്ക് ഷുവർ ദാറ്റ് യുവർ റെസ്യൂമേസ് ആർ ATS ഫ്രണ്ട്ലി ടു. അപ്പോൾ അതും കൂടി നിങ്ങളുടെ മൈൻഡിൽ വെക്കണം. ഓഫ്കോഴ്സ് യു ക്യാൻ നോ വെദർ യുവർ റെസ്യൂമേ is ATS ഫ്രണ്ട്ലി ഓർ നോട്ട് ബൈ ചെക്കിങ് ഇൻ സം വെബ്സൈറ്റ് ഓൺലൈൻ. അതിൽ നിങ്ങൾക്ക് സ്കോർ അറിയാൻ പറ്റും, നിങ്ങളുടെ റെസ്യൂമേയുടെ സ്കോർ. ആൻഡ് അവർ തന്നെ അതിന് ആവശ്യമുള്ള മോഡിഫിക്കേഷൻസ് പറയും. ഫ്യൂച്ചറുള്ള വീഡിയോസിൽ നമ്മൾ തന്നെ അതിനെപ്പറ്റി ഉള്ള ഡിസ്കഷൻസ് നടത്താം. സോ ഇത് ചെയ്യുവാനായി നിങ്ങൾക്ക് ആവശ്യമുള്ള എക്സ്പീരിയൻസ്, യു നീഡ് സം എക്സ്പീരിയൻസ് ഇൻ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ഫീൽഡ്, എനി സോർട്ട് ഓഫ് എക്സ്പീരിയൻസ് ഇൻ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ഫീൽഡ്, മേഡ് ബി പ്രോജക്ട്സ്. ഇപ്പോൾ നിങ്ങൾ തന്നെ മിനി പ്രോജക്റ്റ് പോലത്തെ സംഭവങ്ങളിലൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. ഇഫ് യു ആർ ഡൂയിങ് എ ബാച്ചിലേഴ്സ് ഡിഗ്രി, മിനി പ്രോജക്റ്റിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. ഓഫ്കോഴ്സ് ഇഫ് യു ആർ ഡൂയിങ് മാസ്റ്റേഴ്സ്, നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ഫൈനൽ ഇയർ ബാച്ചിലേഴ്സ് ചെയ്ത സമയത്തുള്ള ഫൈനൽ ഇയർ പ്രോജക്റ്റ് എല്ലാം നിങ്ങൾക്കൊരു എക്സ്പീരിയൻസ് ആയിട്ട് വെക്കാവുന്നതാണ്. അത് മാത്രമല്ലാണ്ട് നിങ്ങൾ പേഴ്സണൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി നിങ്ങൾ ചെയ്ത പ്രോജക്ട്സും നിങ്ങൾക്ക് ഇതിൽ വെക്കാവുന്നതാണ് എക്സ്പീരിയൻസ് ആയിട്ട്. സോ യു നീഡ് കോഡിങ് എക്സ്പീരിയൻസ് ഇൻ വൺ ഓർ മോർ ലാംഗ്വേജസ് ലൈക്ക് സിയോ പൈത്തണോ നിങ്ങളെല്ലാവരും ബേസ് ആയിട്ട് നിങ്ങൾ കോളേജിൽ നിന്ന് പഠിച്ചിട്ടുണ്ടാവും. അതിൻ്റെ കൂടെ ജാവയും ഒരു സെമസ്റ്ററിൽ നിങ്ങൾക്ക് ഉണ്ടായിരുന്നായിരിക്കും. അപ്പോൾ ഇതിലേതെങ്കിലും ലാംഗ്വേജസ് അറിയാമെങ്കിൽ തന്നെ വളരെ നല്ലതാണ്. പ്രോജക്റ്റ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ലാംഗ്വേജ് ഫെമിലർ ആയിരിക്കും എന്തായാലും. അല്ലെങ്കിൽ ഐ തിങ്ക് ഇറ്റ്സ് ഹൈ ടൈം വി സ്റ്റാർട്ട് വർക്കിംഗ് ഓൺ ഇറ്റ് ആൻഡ് ട്രൈ ടു ഡെവലപ്പ് യുവർ സ്കിൽസ് at least one language where you can confidently say you can code in that language. Okay, so preferred experience, എക്സ്പീരിയൻസ് അതാണ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിലുള്ള എന്തെങ്കിലും എക്സ്പീരിയൻസ്. ദെൻ preferred qualifications, you should be aware about the relevant technologies and should have some grasp in the new techs like machine learning, natural language processing പോലുള്ള സംഭവങ്ങൾ. ഇപ്പോൾ നിങ്ങൾ പലരും പ്രോജക്ട്സ് ആയിട്ട് തന്നെ ഇതൊക്കെ ചെയ്തിട്ടുണ്ടാവും. നിങ്ങളുടെ മിനി പ്രോജക്റ്റ് ഫൈനൽ ഇയർ പ്രോജക്റ്റിൽ ഇപ്പോൾ ചെയ്യുന്നുണ്ടാവും. അത് തന്നെ നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് ആയിട്ട് വന്നാൽ ഡെഫിനറ്റ്ലി വെൻ അപ്ലൈങ് ഫോർ ഗൂഗിൾ ദി കോമ്പറ്റീഷൻ ഇസ് ഗോയിങ് ടു ബി വെരി ഹൈ. അപ്പോൾ ആ ബെഞ്ച് മാർക്ക് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ മാക്സിമം ട്രൈ ചെയ്യണം വൈൽ അപ്ലൈങ് ഫോർ ദിസ് പ്രോഗ്രാം. ആൻഡ് യു ഷുഡ് ബി ഏബിൾ ടു കമ്മ്യൂണിക്കേറ്റ് ഫ്ലുവൻ്റ്ലി ഇൻ ഇംഗ്ലീഷ്. ലാംഗ്വേജ് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസേൺ ആയിട്ട് വരും എപ്പോഴും. സോ ദാറ്റ് ഇസ് വൺ തിങ് യു ഷുഡ് ബി റെഡി ടു ഫേസ് വൈൽ യു ആർ അപ്ലൈയിങ് ഫോർ സച്ച് എൻ ഓർഗനൈസേഷൻ. Okay, and your responsibilities will be mainly automation പോലത്തെ ടാസ്ക്സ് ചെയ്യാൻ, ക്രിയേറ്റ് ആൻഡ് സപ്പോർട്ട് എ പ്രൊഡക്റ്റീവ് ആൻഡ് ഇന്നോവേറ്റീവ് ടീം. ഒരു ടീമായിട്ട് വർക്ക് ചെയ്യാൻ, മാനേജേഴ്സുമായിട്ട് പിയേഴ്സായിട്ടൊക്കെ വർക്ക് ചെയ്യാനുള്ളൊരു ലൈക്ക് ഒരു എൻവയൺമെൻറ്റിൽ നമ്മൾ അവിടെ സസ്റ്റെയിൻ ചെയ്യാൻ റെഡി ആയിരിക്കണം. ആൻഡ് ടു അനലൈസ് ആൻഡ് ഇവാലുവേറ്റ് റിസൾട്ട്സ്, ടു ചൂസ് ദി ബെസ്റ്റ് സൊല്യൂഷൻസ്, പ്രോബ്ലം സോൾവിങ്. ആൻഡ് നമ്മൾ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച സമയത്ത് ഗെയിൻ ചെയ്ത എക്സ്പീരിയൻസ് ആൻഡ് നോളജ് അത് റിയൽ വേൾഡ് പ്രോബ്ലംസിൽ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാൻ ട്രൈ ചെയ്യണം. ഓക്കെ, ഇതൊക്കെയാണ് ബേസിക് ഒരു ഫ്രെയിം വർക്ക് ഈ ആപ്ലിക്കേഷനെ പറ്റി. സോ ഇതിൽ ലൊക്കേഷൻസ് ആയിട്ട് വന്നിരിക്കുന്നത് ഇപ്പോൾ ബാംഗ്ലൂർ ആൻഡ് ഹൈദരാബാദാണ് കൊടുത്തിരിക്കുന്നത്. ദാറ്റ് മേ വേരി ഓർ മേ നോട്ട് വേരി. It all depends on their
റിക്വയർമെൻറ്റ്, റൈറ്റ്? ചിലപ്പോൾ ഇത് കുറച്ച് ഭാഗമെങ്കിലും ഇത് റിമോട്ടായിട്ട് ചിലപ്പോൾ നടക്കുന്നുണ്ട്. കാരണം നമുക്കെല്ലാവർക്കും എക്സാംസ് ഈ ഫൈനൽ ഇയേഴ്സിലുള്ളത് കൊണ്ട് തന്നെ ഒരു ലൈക്ക് കുറച്ച് ഭാഗം ഇതിൽ ഓൺലൈനായിട്ടായിരിക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓഫ് കോഴ്സ് യു വിൽ ഹാവ് ടു ഗോ ടു ദ കമ്പനി. നമ്മൾ അവിടെ കുറച്ച് കാലമെങ്കിലും പോയി വർക്ക് ചെയ്യേണ്ടി വരികയും ചെയ്യും. ഇതൊരു ഹൈബ്രിഡ് മോഡായിരിക്കും ഈ ഇൻറ്റേൺഷിപ്പ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദി ആപ്ലിക്കേഷൻ പ്രോസസ്. സോ നിങ്ങളിവിടെ അപ്ലൈ ചെയ്യുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് തന്നെ അടുത്ത പേജിലോട്ട് വരുന്നതായിരിക്കും. അവിടെ നമ്മുടെ ബേസിക് ഇൻഫർമേഷൻസ് ഒക്കെ അപ്ലോഡ് ചെയ്യണം. നമ്മുടെ ഫോൺ നമ്പർ വെരിഫൈ ചെയ്യേണ്ടി വരും. നമ്മുടെ മെയിൽ ഐ ഡിയും കൊടുത്ത് താഴോട്ട് വരുമ്പോഴത്തേക്ക് അവിടെ റെസ്യൂമെ അപ്ലോഡ് ചെയ്യാനുള്ളൊരു സെക്ഷൻ കാണും. ആസ് ഐ സെഡ്, മേക്ക് ഷുവർ യു അപ്ലോഡ് ആൻ ATS ഫ്രണ്ട്ലി റെസ്യൂമെ, ബിക്കോസ് ഇതിൽ ആയിരക്കണക്കിന് പേരായിരിക്കും ഇതിന് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അവർ മാനുവലി ഇരുന്ന് ഫിൽട്ടർ ചെയ്യാനുള്ള ചാൻസസ് കുറവാണ്. ഡെഫിനറ്റ്ലി ഗൂഗിൾ ഹാസ് ദി വർക്ക് ഫോഴ്സ് ടു ഡു ദാറ്റ്. അവർക്ക് അതിനുള്ള മാൻ പവർ ഉണ്ട് ചെയ്യണമെങ്കിൽ. പക്ഷേ ഐ ബിലീവ് ഇറ്റ് വിൽ ബി ATS വഴി ചെക്ക് ചെയ്ത് പോകുന്നതായിരിക്കാം. അത് കംപ്ലീറ്റ് ചെയ്തിട്ട് സബ്മിറ്റ് പ്രൊഫൈൽ ആൻഡ് കണ്ടിന്യൂ കൊടുത്തിട്ട് അടുത്ത സെഷൻസിൽ പോയി നമ്മൾ ഓരോ കാര്യങ്ങൾ ഫിൽ ചെയ്ത് പോകണം. പിന്നെ ഗൂഗിൾ ഇൻറ്റേൺഷിപ്പ് ആയതുകൊണ്ട് തന്നെ ഇതിന് വെരി ഹൈ റെസ്യൂമെ വാല്യൂ ആയിരിക്കും. ഫ്യൂച്ചറിൽ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ആൻഡ് ലൈക്ക് വി മൈറ്റ് ഡൂ സം ഗുഡ് വർക്ക് ദർ ആൻഡ് അവർ തന്നെ ചിലപ്പോൾ നമുക്ക് ഫുൾ ടൈം ജോബ് ഓഫർ ചെയ്യാം. ആൻഡ് ദി സ്റ്റൈഫൻഡ്, ഇൻറ്റേൺഷിപ്പിൽ കയറുമ്പോൾ തന്നെ കിട്ടുന്ന സ്റ്റൈഫൻഡ് അതിമനോഹരമായിരിക്കും. അപ്പോൾ ദോസ് ആർ സം ഗോൾഡൻ എലമെൻറ്റ്സ് യു ക്യാൻ സേ. It's mainly the experience that you gain and the resume value that will bring, and this is the perfect start you want to your journey, right? So ഗൂഗിൾ പോലത്തെ ഒരു കമ്പനി ഇങ്ങനെ ഓപ്പർച്യൂണിറ്റി തരുമ്പോഴത്തേക്ക് അത് വളരെ ടഫായിരിക്കും ഇത് കിട്ടാൻ തന്നെ. പക്ഷേ നമുക്ക് പിന്നെ റിഗ്രറ്റ് വരാതിരിക്കാൻ ജസ്റ്റ് ട്രൈ ടു അപ്ലൈ. ആൻഡ് if you are skilled enough, definitely Google will be considering you as one of the candidates for internship. Okay, സോ ഇനി എങ്ങനെ ഇത് അപ്ലൈ ചെയ്യാം? സോ നിങ്ങൾ നേരത്തെ കണ്ട ആ വെബ് പേജിൽ പോകണം. അതിനുവേണ്ടി ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഓർ ഇപ്പോൾ നിങ്ങൾ ലാപ്ടോപ്പിലാണ് ചെക്ക് ചെയ്യുന്നതെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ ഫോൺ ഉണ്ടെങ്കിൽ ഈ QR കോഡ് സ്കാൻ ചെയ്താലും നിങ്ങൾക്ക് റീഡയറക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ആ ലിങ്കിലോട്ട് പോകാവുന്നതാണ്. സോ എന്തായാലും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു, അപ്ലൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് ബിഫോർ അപ്ലൈങ്, ആസ് എ സെഡ്, റെസ്യൂമെ ഒന്ന് നിങ്ങൾ കെയർഫുള്ളായിട്ട് ATS ഫ്രണ്ട്ലി ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം അത് അപ്ലോഡ് ചെയ്യുക. കാരണം പലർക്കും ഇൻ്റർവ്യൂസ് ലൈവായിട്ട് കൊണ്ടുപോകുന്ന റെസ്യൂമേഴ്സ് ATS ഇടുമ്പോഴത്തേക്ക് ചില സമയങ്ങളിൽ അത് പാസ്സാകാറില്ല. ലൈക്ക് ദി സ്കോർ ടേൺസ് ഔട്ട് ടു ബി വെരി ലോ. അങ്ങനത്തെ ഒരു ഡിസഡ്വാൻറ്റേജിൽ നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടുന്നതിനേക്കാളും മേക്ക് ഷുവർ യുവർ റെസ്യൂമെ ഈസ് ATS ഫ്രണ്ട്ലി. And yeah, I'm wishing you the best. Give it your best shot. Let's see what happens after that. So thank you for watching the video. നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിട്ട് തോന്നിയെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. And subscribe for more updates related to Google and all the other organizations which will be coming over the days. So thank you for watching Fresher Focus Malayalam. See you in the next video. Until then, bye bye.